അപ്പോൾ ജർമ്മനിയിൽ ഡോക്ടറെ കാണലൊക്കെ വൻ സീനാണെന്നുള്ളത് നിങ്ങളുടെ സംശയത്തിന് ഒരു ഉത്തരമില്ലേ? ഹലോ ഗൈസ്, സേവൂസ്. അപ്പോൾ നല്ല ജലദോഷം പനിയൊക്കെ പിടിച്ച് സീനായിട്ടിരിക്കുക. അപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആസ്പിരിൻ കോംപ്ലക്സ് വാങ്ങിച്ച് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലാതെ തന്നെ നമുക്കിതൊരു 2-3 ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ആൾമോസ്റ്റ് ഒരു 4 ദിവസമായി ട്രൈ ചെയ്യുന്നത്, പക്ഷേ എന്നിട്ടും വലിയ മാറ്റമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാം. അപ്പോൾ ഞാനിവിടെ മോസ്റ്റ്ലി ഡോക്ടോലിബ് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ആണ് ടെർമിൻ ബുക്ക് ചെയ്യാറ്. ഇത് ബുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ടെർമിൻ ഫെറൈൻബാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഏത് ഡോക്ടറാണ് നമുക്ക് വേണ്ടി ആ ഡോക്ടറെ ചൂസ് ചെയ്യുക. അവൈലബിൾ ആയ ഡേറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടെർമിൻ കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഡോക്ടറെ കണ്ടതും നേരെ ഞാൻ അപ്പോഴത്തേക്ക് പോയി എൻ്റെ മെഡിസിൻസ് കളക്ട് ചെയ്തു. അപ്പോൾ ജർമ്മനിയിൽ ഡോക്ടറെ കാണലൊക്കെ വൻ സീനാണെന്നുള്ളത് നിങ്ങളുടെ സംശയത്തിന് ഒരു ഉത്തരമില്ലേ? അപ്പോൾ എന്തായാലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഫുള്ളി ഓക്കെ ആയിട്ട് പിന്നെ കാണാം. അൺടിൽ ദെൻ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.